നമസ്കാരം. ഗ്രാമീണ ഉച്ചവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. നവകേരള സദസ്സിൽ പരാതി കൊടുത്തിട്ടും തൃപ്രയാറിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ പോലീസ് നടപടിയെടുത്തില്ല. തൃപ്രയാർ ജംഗ്ഷനിൽ നടപ്പാതയും ഹൈവേയും പാതയും കയ്യേറിയാണ് ഇരുചക്രവാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ബസ്സുകൾ ഒതുക്കാൻ ഇടമില്ലാത്തതുമൂലം റോഡിന് നടുക്കാണ് പലപ്പോഴും ആള് ഇറക്കുന്നത്. ഇത് രൂക്ഷമായ ഗതാഗത കുരുക്കിനും അപകടത്തിനും ഇടയാക്കുന്നുണ്ട്. തൃപ്രയാർ ജംഗ്ഷനിൽ കൊടുങ്ങല്ലൂർ ബസ് സ്റ്റോപ്പിനോട് ചേർന്നാണ് അനധികൃത പാർക്കിംഗ് മൂലം കാൽനട പോലും സാധ്യമാകാത്തത്. സമീപത്തെ വ്യാപാര സമുച്ചയത്തിൽ പാർക്കിംഗ് സൗകര്യം ഉണ്ടായിട്ടും അവിടുത്തെ ജീവനക്കാർ പോലും വഴിയരികിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വാഹനം പാർക്ക് ചെയ്തിടുകയാണ്. ഇതുമൂലം പ്രദേശത്തെ ചെറുകിട വ്യാപാരികളും ബസ് കാത്തു നിൽക്കുന്നവരുമാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. കടകളിലേക്ക് കയറാൻ വഴിയില്ലാത്ത രീതിയിലാണ് പലരും വാഹനം വെക്കുന്നത്. ഇത് തർക്കങ്ങൾക്കും കാരണമാകുന്നുണ്ട്. തിരക്കുള്ള ജംഗ്ഷനിലെ അപകടകരമായ പാർക്കിങ്ങിനെ കുറിച്ച് തൃപ്രയാറിലെ ഒരു വ്യാപാരി ജില്ലാ കളക്ടർക്കും നാട്ടിക പഞ്ചായത്തിനും പരാതി നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. തുടർന്നാണ് തൃപ്രയാറിൽ നടന്ന നവകേരള സദസ്സിൽ പരാതി കൊടുത്തത്. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് വലപ്പാട് പോലീസിന് ഫയൽ കൈമാറി എന്ന അറിയിപ്പ് മാത്രമാണ് മറുപടിയായി കിട്ടിയത്. നാളിതുവരെയായിട്ടും ചെറുവിരൽ അനക്കാൻ വലപ്പാട് പോലീസിനോ നാട്ടിക പഞ്ചായത്തിനോ കഴിഞ്ഞിട്ടില്ല. നടപ്പാതകളിലെ കയ്യേറ്റം മൂലം സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഹൈവേയിൽ കയറിയാണ് നടക്കുന്നത്. അടിയന്തരമായി റോഡും നടപ്പാതയും കയ്യേറിയുള്ള പാർക്കിംഗ് തടഞ്ഞില്ലെങ്കിൽ വലിയ ദുരന്തമാകും തൃപ്രയാറിൽ ഉണ്ടാകുക. വടാനപ്പള്ളിയിൽ വൻ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി അന്യസംസ്ഥാനക്കാരൻ പോലീസിന്റെ വലയിലായി. വടാനപ്പള്ളി ചിലങ്ക സെന്ററിൽ നിന്നാണ് തൃശൂർ റൂറൽ ജില്ലാ ഡെൻസാഫ് ടീമും വടാനപ്പള്ളി പോലീസും ചേർന്ന മഹാരാഷ്ട്ര സ്വദേശിയായ 32 വയസ്സുള്ള സയ്യിദ് ഇർഫാനെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസാഫ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. തീരദേശ മേഖലയിലെ അന്യസംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യമാക്കിയാണ് ഇയാൾ കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. കഞ്ചാവ് കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്ന സമയത്താണ് ഇയാൾ പോലീസിന്റെ പിടിയിൽപ്പെട്ടത്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മുരളീധരൻ, കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വടാനപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ബിനു, SI-മാരായ മുഹമ്മദ് റഫീഖ്, ശ്രീലക്ഷ്മി, തൃശൂർ റൂറൽ ഡാൻസാഫ് SI-മാരായ CR പ്രദീപ്, TP ജയകൃഷ്ണൻ, TR ഷൈൻ, സീനിയർ CPO-മാരായ സൂരജ് വിദേവ്, ലിജു ഇയാനി, സോണി, MV മാനുവൽ, നിഷാന്ത്, ഷിൻഡോ, CPO സജയൻ, ബൈജു, രൺദീപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഈ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിലെ ധന അഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത് പാസാക്കലാണ് പ്രധാന അജണ്ട. ജൂലൈ 25 വരെ 28 ദിവസമാണ് സഭ. ജൂൺ 11 മുതൽ ജൂലൈ 8 വരെയാണ് ധനാഭ്യർത്ഥന ചർച്ച. തുടർന്ന് കേരള പഞ്ചായത്തി രാജ് ബിൽ, കേരള മുനിസിപ്പാലിറ്റി ബിൽ എന്നിവ അവതരിപ്പിച്ച് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് അയക്കും. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ നിലവിൽ വന്നു. 52 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നിരോധനം. ജൂലൈ 31 വരെ പരമ്പരാഗത വള്ളങ്ങൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും മാത്രമേ കടലിൽ പോകാൻ അനുവാദമുള്ളൂ. തീരത്ത് നിന്ന് 22 കിലോമീറ്റർ പരിധിയിൽ മീൻപിടുത്തം നിരോധിച്ചിട്ടുണ്ട്. 3 മാസമായി സംസ്ഥാനത്ത് മത്സ്യലഭ്യത കുറവായിരുന്നു. മീൻ സമ്പത്ത് വർദ്ധിപ്പിക്കാനും തൊഴിലാളികളുടെ വരുമാന മാർഗം ഉറപ്പാക്കാനുമാണ് ട്രോളിംഗ് നിരോധനം. നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. നിരോധന കാലയളവിൽ ഇൻബോർഡ് വള്ളങ്ങളോടൊപ്പം ഒരു കാരിയർ വള്ളമേ അനുവദിക്കൂ. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത വടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. 9-10 വാർഡുകളിലാണ് പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജാന്തി ബാസി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാൽ അധ്യക്ഷയായി. ഹെൽത്ത് സൂപ്പർവൈസർ കെ ഗോപകുമാർ, ഡോക്ടർ പ്രസന്നകുമാർ എന്നിവർ വിഷയാവതരണം നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ VV മോദ് സംസാരിച്ചു. മെറിറ്റിൽ MBBS സീറ്റ് നേടി ഉയർന്ന മാർക്കോടെ പഠനം പൂർത്തിയാക്കിയ യുവ ഡോക്ടർമാർക്ക് CPM കാരമുക്ക് ലോക്കൽ കമ്മിറ്റി ആദരവ് നൽകി. കാരമുക്ക് സ്വദേശി ഡോക്ടർ ദേവിക ദേവിദാസനും കടച്ചങ്കട് സ്വദേശി ഡോക്ടർ ഏഞ്ചൽ മേരിക്കും മുരളി പെരുന്നലി MLA വീട്ടിലെത്തി ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ലോക്കൽ സെക്രട്ടറി VV പ്രഭാത്, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്, TI ചാക്കോ, MP മോഹനൻ, CA മുരളി, VP പ്രവീൺ, KV ഷീബ എന്നിവർ പങ്കെടുത്തു. ആതുര ശുശ്രൂഷ രംഗത്ത് എല്ലാ ജനങ്ങൾക്കും അവരുടെ കയ്യടി നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയത്തക്ക നിലയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയട്ടെ. അപ്പോൾ ഈ രോഗികളെ ചികിത്സിക്കുന്ന കാര്യത്തിൽ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ടാകട്ടെ. മറ്റ് ഹൗസ് സർജൻസി വരാതിരിക്കുന്നുള്ള
അടൂർ കോളേജിലാണ് പഠിച്ചിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.